ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ലഭിച്ചായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോടെ കടന്നു വരുവാൻ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എല്ലാവരും നിൻ്റെ പാദത്തിൽ കൂടെ നിരത്തി നിർത്തുവാൻ എൻ്റെ ദൈവം തമ്പുരാൻ നീ കൃപ തന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ ഒരു വലിയ ഭാഗ്യം നീ എനിക്ക് തന്നല്ലോ. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൻ്റെ കർത്താവെ സന്നദ്ധത്തിൽ നിന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, നെടുവീർപ്പോടെ കരയുവാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവേ, അതിലൊരു ഭാഗ്യം നീ തന്നതിനായി സ്തോത്രം. നിശ്ചയമായിട്ടും അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നതിനായി സ്തോത്രം. ലോകമെമ്പാടും, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമാകെ പല രാജ്യങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു പ്രയോജനമായി എൻ്റെ ദൈവം തമ്പുരാൻ കൊടുക്കുന്നതിനായി സ്തോത്രം. സന്തോഷത്തോടെ ഇത് ഏറ്റുകൊള്ളുന്ന, ഇത് സ്വീകരിക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ദൈവം അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ, മിഷണറി ഫാമിലികളെ അനുഗ്രഹിക്കണമേ. എല്ലാ കർത്തൃദാസന്മാരുടെ ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. വിശ്വാസി കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവർ അനേകരുണ്ട് കർത്താവേ. അവരായിരുന്നാലും അവരെല്ലാം രക്ഷയുടെ സന്തോഷത്തെ അനുഭവിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ MAG ഹോസ്പിറ്റൽ വായുസിലിരിക്കുന്ന അത്ര കുഞ്ഞുങ്ങളും വരവിന് വേണ്ടി പ്രത്യാശയോട് ഒരുങ്ങി നിൽക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. അവരുടെ അനർത്ഥങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന സകല മാറായുടെ അനുഭവങ്ങൾ എല്ലാം എൻ്റെ കർത്താവ് മാറ്റി ദൈവസ്നേഹവും ദൈവത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ ആനന്ദവും അനുഭവിക്കുവാനുള്ള ഭാഗ്യം നീ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരണം. ഒരുത്തരും നശിക്കരുത്, തകരരുത്, കർത്താവെ കൈവിട്ട് പോകരുതെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരം, വലിയ ദിവസങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം, പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടി, നിന്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച് മുറിവുകളെ പൊറിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കേരളമെമ്പാടും കർത്താവെ സമീപത്ത് നടന്ന കർത്താവെ മരണത്തിന് നിമിത്തമായി നിന്റെ കുഞ്ഞുങ്ങൾ അനേകർ കണ്ണുനീരിലാണ്, അനേകർ നെടുവീർപ്പിലാണ്. ഇന്നും മറ്റു പല വിപത്തുകളിൽ കർത്താവെ മരണത്തിലാണ്. ഞങ്ങളുടെ ഫാമിലിയിലും ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചിരിക്കുന്നു. അവിടെ എത്രമാത്രം ദുഃഖം, എന്തുമാത്രം നെടുവീർപ്പുകൾ ഓരോ കർത്താവയുണ്ട്. അവനെക്കുറിച്ച് ആ ഫാമിലിയുടെ പ്രത്യാശ എന്തുവാണ്? 21 വയസ്സുള്ള കുഞ്ഞ് കർത്താവെ വെള്ളത്തിൽ വീണ് മരിച്ച മരണം ആ ഭവനത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്, പ്രദേശത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പല രീതിയിലുള്ള മരണങ്ങൾ തുടർന്ന് നടന്ന കുഞ്ഞുങ്ങളുടെ സന്തോഷത്തെ, സമാധാനത്തെ നശിപ്പിച്ച് അനേക ഭവനത്തിൻ്റെ വിളക്കെ ഊതി കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം ഇപ്പോൾ ഒന്ന് വെളിപ്പെടണമേ. ദൈവത്തിൻ്റെ സമാധാനം നദി പോലെ നിന്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് അണപ്പി അയച്ചു വയ്ക്കണമേ. എല്ലാവരും നീ ബലപ്പെടുത്തണമേ. സന്തോഷത്തോടും സമാധാനത്തോടും നിന്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഒരുത്തരും നശിക്കരുതേ, തകരരുതേ, കൈവിട്ട് പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവ കൃപയിൽ എല്ലാവരെയും കൊണ്ടുവരണമേ. ദൈവ സ്നേഹത്തിൽ ബലപ്പെട്ട് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. വചനത്തെ വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് പോകാതെ കൃപയെ പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഭാഗ്യം നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയനെ ബലപ്പെടുത്തി അടുത്തോളം നടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വാഴ്ത്തുന്നു. നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1144 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മുടെ ദൈവം നടത്തി, ഇന്നും ദൈവം നമ്മളെ നടത്തും. 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ എഴുതിയ 18-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 28-29 വാക്യം. സങ്കീർത്തനം 18, 28, 29 വാക്യം. അവിടെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവമായി യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഈ 4 വാർത്തയാണ് അവിടെ ഇരിക്കുന്നത്. 1, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. 2, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. 3, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. 4, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഈ 4 വാക്കും വിശ്വാസത്തിൻ്റെ വാക്കാണ്. ഇത് ദൈവം പറഞ്ഞ വാക്കല്ല, ദൈവഭക്തൻ പറഞ്ഞ വാക്കാണ്. തൻ്റെ ജീവിതം അന്ധകാരം കൊണ്ട് നിറയാൻ പോകുന്നു, തൻ്റെ വിളക്ക് അണയാൻ പോകുന്നു, തൻ്റെ ജീവിതം നശിക്കാൻ പോകുന്നു. ഈ ഇരുളെന്ന് പറയുമ്പോൾ നമുക്കറിയാതെ പാപം മാത്രമല്ല, മരണം, ഭയങ്കര രോഗം, തീരാതെ മാരക രോഗം, വലിയ ആപത്ത്, വലിയ വിപത്ത്, പെട്ടെന്നുള്ള മരണം, ഇതെല്ലാം വരുമ്പോൾ ഭയങ്കര ഇരുളാണ്. ദൈവത്തിന് സ്തോത്രം. പാപം മാത്രമല്ല ഇരുള്, ആ വിളക്കണഞ്ഞു പോവാണ്. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നു, ഭർത്താവ് മരിക്കുന്നു, ആ വിളക്കണഞ്ഞു പോകുന്നു. ഒരു വീട്ടിലെ കുഞ്ഞ് ജനിച്ചെന്ന് നല്ല ശോഭിച്ച പ്രകാശം വിളക്ക് അങ്ങോട്ട് അണഞ്ഞു പോകണം, മരിക്കുക. അതുപോലെ വിളക്കണയുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എടുക്കാം. അങ്ങോട്ട് നമുക്ക് പോകാൻ നമുക്ക് സമയം. ഇവിടെ പറയുന്നത് നീ എൻ്റെ ദീപത്തെ കത്തിക്കും. നമ്മൾ വിളിക്കുന്ന ദൈവം ദീപത്തെ കെടുത്തുന്നവനല്ല, കത്തിക്കുന്നവനാണ്. അത് നിങ്ങൾ വിശ്വസിക്കണം.
പറഞ്ഞു, മങ്ങിയെരുന്ന തിരിയെ ഞാൻ കെടുത്തത്തില്ല, നെരിഞ്ഞ നാണലെ ഞാൻ മുറിച്ചു കളയത്തില്ല. ഇങ്ങനെ ദൈവം നമുക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്. ഞാൻ കെടുത്തുന്നവനല്ല, ഞാൻ മുറിക്കുന്നവനല്ല, പിന്നെയോ ഞാൻ കത്തിക്കുന്നവനാണ്, മുറിവെ കെട്ടുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇതെന്തോ ഒരു നല്ല വിശ്വാസ വാക്കാന്നറിയാമോ? വിളക്കണഞ്ഞു പോയി, ஆனால் എനിക്ക് പേടിയില്ല, എനിക്ക് കത്തിക്കുന്ന ഒരുത്തൻ കൂടെ ഉണ്ട്. എൻ്റെ വിളക്കെ കത്തിപ്പിക്കുന്ന ഒരുത്തൻ കൂടെ ഉണ്ട്. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ വീട് മുഴുവൻ ഇപ്പം ഇരുണ്ട് കിടക്കുകയാണ്, അതിനകത്തേക്ക് എൻ്റെ ദൈവം ഇപ്പം കടന്നു വരുന്നു. എൻ്റെ ഇരുളെല്ലാം അങ്ങോട്ട് മാറുന്നു. ഒരു വിളക്ക് അങ്ങോട്ട് എരിയുമ്പോൾ, ലൈറ്റ് എരിയുമ്പോൾ ആ വീടിൻ്റെ ഇരുളങ്ങോട്ട് മാറുന്നത് പോലെ യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ കാലടി എടുത്ത് വയ്ക്കുമ്പോൾ അവിടുത്തെ അന്ധകാരം മാറുകയാണ്, ഇരുൾ മാറുകയാണ്. മൂന്നാമത് പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എണ്ണാൻ കഴിയാത്തൊരു വലിയ പടയാണ് നമ്മുടെ മുന്നേ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദാവീദ് കുഞ്ഞിൻ്റെ മുന്നേ വന്ന് നിൽക്കുന്ന വലിയൊരു സേനയാണ്. അവൻ ഒറ്റയ്ക്കാ പോയത്. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്കാ പോയ ദാവീദ് ഗോലിയാത്തിന്റെ സേനയോട് എതിർക്കതുക്കാക. ஆனால் ഇവിടെ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്തെ ഞെട്ടിപ്പിക്കുന്ന വാക്കാണിതെല്ലാം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എല്ലാ വാതിലും അടഞ്ഞിരിക്കുകയാണോ? മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ വഴിയില്ലയോ? എല്ലാം ക്ലോസ് ആയോ? പേടിക്കണ്ട. ആ മതിലെ താണ്ടാനുള്ള കൃപ ദൈവം, ചാടിക്കടക്കാനുള്ള കൃപ ദൈവം തരും. എത്രയോ ആമീൻ, കർത്താവിന് സ്തോത്രം. ജോലിക്ക് വേണ്ടി കടന്നു, എത്രയോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഒന്നും കയ്യിലോട്ട് വരുന്നില്ല. എത്രയോ കമ്പനി ഓപ്പൺ ചെയ്തു, ഒന്നും സെറ്റാകുന്നില്ല. എത്രയോ ജോലിക്ക് വേണ്ടി പോയി, എത്രയോ ബിസിനസ് ആരംഭിച്ചു, എന്തൊക്കെയോ പ്ലാൻ ഇട്ട് നോക്കി, ഒന്നും നടക്കുന്നില്ല. സുവിശേഷ വേലയ്ക്ക് വന്നു, അത് അങ്ങോട്ട് നടക്കുന്നില്ല. എല്ലാം ക്ലോസ് ആണ്. ഒന്നും മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാനുള്ള വഴി അവിടെ ഇല്ല. പക്ഷെ ഇന്ന് ഈ വാക്ക് നിങ്ങൾ ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊരു വലിയ ചെലവുള്ള കാര്യമല്ല, ഇതൊരു വലിയ പണിഷ്മെന്റ് അല്ല. ഈ വാക്കുകൾ, ഈ 4 വാചകങ്ങൾ ശ്വാസം വിടാതെ പറയണം. നീ എൻ്റെ ദീപം കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനിലെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ സാത്താന്റെ മുട്ടങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങും. അവൻ്റെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങും. അവൻ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം തകരാൻ തുടങ്ങും. അവൻ്റെ എല്ലാം മുറിയാൻ തുടങ്ങും. അവൻ അങ്ങോട്ട് കുനിയാൻ തുടങ്ങും. അവൻ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങും. അവൻ ഓട്ടമോടാൻ തുടങ്ങും. അവനെ തേടി നോക്കുമ്പോൾ അവനെ കാണാനില്ല. അവൻ കിട്ടിയ മതിലെന്തിയെ, അവൻ ഊതി അണച്ച വിളക്കെന്തിയെ, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കൊണ്ടുവന്ന ഇരുളെന്തിയെ, ആ വെളിച്ചം അതെ വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ കൊണ്ടുവന്ന സേന എന്തിയെ, ഒരു വഴിയാകെ വന്നു, 7 വഴിയാകെ ചിഹ്നിച്ച് ചെതറിപ്പോയി. അവനെ തേടി നോക്കുന്ന കാണാനില്ല. ഒരുത്തൻ പോലുമില്ല. ഹല്ലേലൂയ. ഒരുത്തൻ പോലുമില്ല. എൻ്റെ കർത്താവ് ഇത് ചെയ്യുവാൻ ശക്തനാണ്. നിങ്ങളെ കൊണ്ട് കഴിയുമോ? എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നിങ്ങൾക്ക് ഇന്ന് ദൈവം അത്ഭുതമായി ചാടി കടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറന്ന് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് എഴുന്നേൽക്കുവാൻ, ജ്വലിക്കുവാൻ, പ്രകാശിക്കുവാൻ ദൈവം ഒരു ഭയങ്കര അത്ഭുതം ഈ പ്രാർത്ഥന മൂലം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പോകുകയാണ്. തടസ്സങ്ങളായിരുന്നെല്ലാം മാറുകയാണ്. അടഞ്ഞതെല്ലാം ഇപ്പൊ തുറക്കുകയാണ്. അത്ഭുതം നടക്കാൻ, ഇരുളെല്ലാം മാറുകയാണ്. വിളക്കിപ്പോ മങ്ങി എരിഞ്ഞുകൊണ്ടിരുന്നു, അതിപ്പോ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് പോലെ അത് എരിഞ്ഞ് പ്രകാശിക്കുകയാണ്. ഒരു കുറയുമില്ലാമെ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തില്, ഭവനത്തില്, ദേശത്തില്, സഭയില്, നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും അതങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങി, പ്രകാശിക്കാൻ തുടങ്ങി. ഇങ്ങനെ വിശ്വസിക്കുക. ഞാൻ മറുപടിയും പറയട്ടെ, ഈ വാക്ക് ശ്വാസം വിടാതെ 24 മണിക്കൂർ പറഞ്ഞു നോക്കിയേ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെ പാഞ്ഞു ചെല്ലും. പടക്കൂട്ടത്തെ തേടി നോക്കുന്നു, കാണാനില്ല. എണ്ണാൻ വഴിയാത്ത പോലെ വന്ന പടക്കൂട്ടമാണ്. വെട്ടുക്കിളികളെ പോലെ വന്ന പടക്കൂട്ടമാണ്. കാണാനില്ല. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. യെരിഹോവെ ഉടച്ച ദൈവം, യെരിഹോവെ തകർത്ത ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. അവൻ ഇടിക്കുന്നവനല്ല, കെട്ടുന്നവനാണ്. അവനെ അടയ്ക്കുന്നവനെ തുറക്കുന്നവനാണ്. അവൻ വിളക്ക് അണയ്ക്കുന്നവനല്ല, വിളക്ക് പ്രകാശിപ്പിക്കുന്നവനാണ്. ഇരുളെ കൊണ്ടുവന്നവൻ ഇരുളെ മാറ്റുന്ന ദൈവമാണ്. ആ ദൈവം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് 100% ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം അത് ചെയ്യുവാൻ മതിയായവനാണ്. ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ദൈവം സകലത്തിനും മതിയായ ദൈവം. ഏറ്റെടുക്കുക,
വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇത് കൊണ്ടുവരിക, പൂർണ്ണമായി ഏറ്റെടുക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതുമായി സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവെ, ഒരു പ്രാവശ്യം കൂടി ഇന്നലെ സന്നദ്ധി കടന്നു വരുവാൻ, 1144 ദിവസം കൂടി കാണുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന എല്ലാ മങ്ങിയ വിളക്കുകളും എരിഞ്ഞ് പ്രകാശിക്കട്ടെ. വെച്ച എണ്ണയില്ലാത്ത വിളക്കിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ തീയായി ആ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണമേ. ദൈവത്തിന്റെ മഹത്വത്തോട് വെളിപ്പെടുത്തണമേ. എൻ്റെ ദൈവത്താൽ കർത്താവേ ഒഴിക്കുന്ന എല്ലാ അന്ധകാരത്തെ നീ മാറ്റണമേ. ദൈവത്തിന് നിന്നാല് ഒരു പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ദൈവത്താൽ ഞാൻ മതിലെ ചാടി കടക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ വിശ്വാസ വാക്ക് നിന്റെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ കർത്താവേ, അത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്താട്ട് ഈ ക്യാൻസറിന്റെ മഴ അങ്ങ് ഉരുകിപ്പോകും. ഈ അടഞ്ഞ വഴി എനിക്കിപ്പോൾ തുറക്കും. ഈ ഓപ്പറേഷൻ റിപ്പോർട്ട് മാറും. എനിക്ക് ഓപ്പറേഷന്റെ ആവശ്യമില്ല. എൻ്റെ ദൈവം എനിക്കാകെ അത്ഭുതം പ്രവർത്തിക്കും. എനിക്കാകെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ ജീവിതത്തിന്റെ അന്ധകാരങ്ങൾ മാറും, ഇരുൾ മാറും. എൻ്റെ കുടുംബത്തിൽ ദൈവ സമാധാനം ഉണ്ടാകും, ദൈവ സന്തോഷം ഉണ്ടാകും. എനിക്ക് സൗഖ്യം ലഭിക്കും, എനിക്ക് ദീർഘായുസ് ലഭിക്കും. എൻ്റെ ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ കുടുംബം ഐശ്വര്യമുള്ള കുടുംബമായി മാറും, ദൈവ സാന്നിധ്യമുള്ള കുടുംബമായി മാറും, ദൈവ കൃപയുള്ള കുടുംബമായി മാറും, ദൈവ സ്നേഹത്തിൽ കെട്ടിപ്പടുക്കുന്ന ഒരു കുടുംബമായി മാറും എന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടിട്ടൊന്ന് എഴുന്നേക്കട്ട്. അന്ധകാരത്തിന്റെ എല്ലാ ഇരുളുകളും മറയട്ട്, എല്ലാ അടഞ്ഞ ഡോർ ഓപ്പൺ ആകട്ടെ, എല്ലാ സേനകളും വഴിമാറി ഓടട്ട്, എല്ലാ മതിലുകളും തകരട്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഇപ്പൊ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ. ഒരുത്തരം ക്ഷീണിക്കുവാൻ, തളരുവാൻ, കൈവിട്ടു പോകുവാൻ ദൈവം സമ്മതിക്കരുത്. ദൈവം സമ്മതിക്കരുത്. ദൈവം സമ്മതിക്കരുത്. നിനക്ക് അസാധ്യമായ കാര്യങ്ങൾ, നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഈ ലോകത്തിൽ ഒന്നുമില്ല കർത്താവേ. സകലതും നിനക്ക് സാധ്യമാണ്. നിനക്ക് സാധ്യമാണ്. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. സാധ്യമാകാതെ സാധ്യമാക്കുന്ന ദൈവം ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മരണത്തിന് നിമിത്തമാകെ കർത്താവേ സ്തോത്രം. എത്രയോ ഭവനത്തിലാണ് മരണങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങളാണ് നെടുവീർപ്പോടിരിക്കുന്നത്. ആ മുറിവ് ആരെയും കൊണ്ട് പൊറിപ്പിക്കാൻ വയ്യ. വിളക്കടഞ്ഞു കിടക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. എല്ലാ സ്വപ്നങ്ങളും മാഞ്ഞു പോയി. എല്ലാം തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്തം വിട്ട് നിൽക്കുകയാണ്. ജീവിക്കണമോ മരിക്കണോ, ജീവിക്കണോ മരിക്കണോ, എന്തിനു ജീവിക്കണം? മരിച്ചു പോയേക്കാം. ഇരുളിലേക്ക് മറുപടിയും പിശാച് വലിച്ചിഴച്ചോണ്ട് പോകുമ്പോൾ, വേദനയിലേക്ക് വലിച്ചിഴച്ചോണ്ട് പോകുമ്പോൾ, നാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദമോടെ ജ്വലിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുകയാണ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഒരു പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്നുള്ള ഈ വാക്ക് നിന്റെ കുഞ്ഞുങ്ങൾ തുടർന്ന് പറഞ്ഞ് ജയിക്കുവാൻ കർത്താവ് കൃപ തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഒരുത്തരും നശിക്കരുത്, ഒരുത്തരും തകരരുത്, ഒരുത്തരും കൈവിട്ടു പോകരുത്, ഒരുത്തരുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്, ഒരു ഭവനത്തിന്റെ വിളക്കണയരുത്, ഒരു കുടുംബം അന്ധകാര ഇരുളിൽ പോയി വീഴരുത്. ദൈവത്തിന്റെ ആ തിരുസാന്നിധ്യം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ പ്രകാശം, വെളിച്ചം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ, രുചിക്കുവാൻ കർത്താവേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. ഒരുത്തരെയും കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ചിരിക്കട്ടെ, ദുഃഖത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ സന്തോഷിക്കട്ടെ. കർത്താവേ സ്തോത്രം. ഇരുണ്ട് കിടക്കുന്ന ഭവനമെല്ലാം ജ്വലിച്ച് പ്രകാശിക്കട്ടെ. തടകളായിരിക്കുന്ന മതിലുകൾ, സേനകളെല്ലാം ഓടി നശിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ട് നീ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ കാക്കണമേ, സൂക്ഷിക്കണമേ, വഴി നടത്തണമേ. കർത്താവെ താലോലിക്കണമേ. നിന്റെ കരങ്ങളിൽ തൂക്കിയെടുത്ത് ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും നഷ്ടപ്പെട്ടു പോകുവാൻ, ഒരുത്തരും തകർന്നു പോകുവാൻ, ഒരുത്തരും ക്ഷീണിതരാകുവാൻ, ഒരുത്തരും ബലഹീനരാകുവാൻ, ഒരുത്തരും രോഗികളാകുവാൻ കർത്താവ് സമ്മതിക്കരുതേ. ആപത്തുകൾ, അനർത്ഥങ്ങൾ ഒന്നും നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കരുതേ. കുഞ്ഞുങ്ങളുടെ യാത്രയിൽ, കുഞ്ഞുങ്ങളുടെ ജോലിയിൽ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ, അവരുടെ എല്ലാ വിദ്യാഭ്യാസ പഠനത്തില്, അവരുടെ കുടുംബ ജീവിതത്തില്, ശുശ്രൂഷയില് കർത്താവേ ചെയ്യുന്ന എല്ലാ വിഷയത്തിന്റെ മുഖത്തും ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇരിക്കണം. ദൈവത്തിന്റെ കരം ഇരിക്കണം. നിന്റെ മേഘം ഇരിക്കണം. കുഞ്ഞുങ്ങളെ തനിച്ചെങ്ങോട്ടും വിടരുത് പച്ച. നീ കൂടെ പോണമേ, നീ കൂടെ ഇരിക്കണമേ, നീ കൂടെ കൈപിടിച്ച് നടത്തണമേ. കർത്താവെ ഞങ്ങളെ തനിച്ചിരിക്കാൻ നീ സമ്മതിക്കരുതേ. ദുഷ്ടപിശാചുകളെ വിഴുങ്ങുവാൻ നിൽക്കുകയാണ്. ആരെ വിഴുങ്ങണമെന്ന് കർത്താവെ അവൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഓ കർത്താവെ സ്തോത്രം. അവന്റെ വായിക്ക് ഞങ്ങളെ ഇരയാകി നീ കൊടുക്കരുതേ. അവൻ ഞങ്ങളെ തകർക്കുവാൻ സമ്മതിക്കരുതേ. അവൻ ഞങ്ങളെ നശിപ്പിക്കുവാൻ സമ്മതിക്കരുതേ. ഇപ്പൊ കർത്താവെ വന്നിരിക്കുന്ന ബലഹീനങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, മനസ്സിന്റെ മുറിവുകൾ എല്ലാം പൊറിപ്പിക്കണമേ. ദൈവശക്തി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ, ദൈവകൃപ വ്യാപരിക്കുവാൻ, ദൈവ സ്നേഹത്തിൽ കുഞ്ഞുങ്ങൾ നിറയുവാൻ, ദൈവത്തിന്റെ മഹത്വം കുഞ്ഞുങ്ങൾ വെളിപ്പെടുവാൻ എൻ്റെ കർത്താവ് ഇപ്പൊ സഹായിക്കണം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയവ്, ദൈവത്തിന്റെ ദിവ്യ ശക്തി നിന്റെ കുഞ്ഞുങ്ങൾ വെളിപ്പെടട്ടെ പച്ച. ഓ മങ്ങിയിരുന്ന് തിരിയെ അണയ്ക്കാത്ത കെടുത്താത്ത ദൈവം, നെരിഞ്ഞ നാണലെ മുറിച്ചു കളയാത്ത ദൈവം
ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ മുറിക്കേണ്ടതിനെ മറുപടിയും കർത്താവ് പൊറിപ്പിച്ച്, കർത്താവ് അണയേണ്ടതിനെ മറുപടിയും കർത്താവ് പ്രകാശിപ്പിച്ച് എരിയവെച്ച് നിന്റെ നാമത്തെ നീ മഹത്വപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദുഃഖത്തോട് കടന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശ്വാസം കൊടുക്കണം, ആശ്വാസം കൊടുക്കണം. ഞങ്ങളുടെ കുടുംബത്തിലും കർത്താവെ, ഞങ്ങളുടെ കൊച്ചുമോൻ കർത്താവെ 21 വയസ്സുള്ള കുഞ്ഞു വെള്ളത്തിൽ നിന്ന് മരിച്ച ആ ദുഃഖം, ആ വേദന, ആ നെടുവീർപ്പ് ആരെയും കൊണ്ട് സഹിക്കാനോ ആ നഷ്ടത്തിന് കർത്താവ് ഈടുകെട്ടുവാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല. ആ മുറിവേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളായി ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ആശ്വാസത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം അവിടെ വെളിപ്പെടണമേ കർത്താവേ. നീ അല്ലാതെ ഞങ്ങൾക്ക് ആശ്വസിക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല പച്ച. എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സൂക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ഓരോ വ്യക്തികളെ നീ സൂക്ഷിക്കണമേ കർത്താവേ. ഒരുത്തർക്ക് ഒരാപത്ത് അനർത്ഥങ്ങളൊന്നും വരരുതേ. തീ മൂലമായി എന്തുമാത്രം പേര് മരിച്ചു. കഴിഞ്ഞ ദിവസം ട്രെയിൻ അപകടത്തിൽ എന്തുമാത്രം പേര് മരിച്ചു, എന്തുമാത്രം പേര് മുറിവേറ്റ് കിടക്കുന്നു. എവിടെ നോക്കിയാലും മരണം, എവിടെ നോക്കിയാലും ആപത്ത്, എവിടെ നോക്കിയാലും വിപത്തുകൾ കർത്താവേ. ഈ ലോകം ഭയങ്കരമായി വേഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, നാശത്തിലേക്ക് അലയലയായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകരെ വാരിക്കൊണ്ട് പോകുമ്പോൾ നീ നിന്റെ കണ്ണിന്റെ മണി പോലെ ഞങ്ങളെ അവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നതിനായി സ്തോത്രം, കാത്തു ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, നടത്തി വന്ന വിധങ്ങൾക്കായി സ്തോത്രം, അത്ഭുതങ്ങൾക്കായി സ്തോത്രം, അതിശയങ്ങൾക്കായി സ്തോത്രം. ഇന്ന് നിന്റെ മാറാതെ കൃപ, നിന്റെ മാറാതെ കൃപ, നിന്റെ മാറാതെ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇരിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് ഇതെല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സൂക്ഷിക്കണം, കർത്താവ് ബലപ്പെടുത്തണം, കർത്താവ് നടത്തണം. ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ തുറന്നിരിക്കണം. ഈ വാക്യങ്ങൾ അങ്ങനെ തന്നെ ഫലിക്കട്ടെ, വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, താങ്ക് യു. വാർത്തകളെ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ നിശ്ചയം ബലപ്പെടുത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലസ് യു.